വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഭരത് ആൻഡ് ഭാഗ്യ ഒഫീഷ്യൽസ്. പാവയ്ക്ക തോത്തവിയൽ, അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാവയ്ക്ക, നമ്മളിപ്പോൾ കുറച്ചാണ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഒരു പാവയ്ക്ക, കുറച്ച് പയർ, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നെ അതിന് കുറച്ച് പിഴിപുളിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, പിന്നെ തേങ്ങ വേണം, പിന്നെ ചില്ലി പൗഡർ വേണം, മഞ്ഞൾപ്പൊടി വേണം. പാവയ്ക്ക ചെറു കഷ്ണങ്ങളാക്കി പിന്നെ അരിയുക. ഇത് വലിയ രീതിയിൽ നമ്മൾ അരിഞ്ഞതിന് ശേഷം ഇതിനെ ചെറു കഷ്ണങ്ങളായിട്ട് അരിയുക. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു വിഭവമാണ് പാവയ്ക്ക പയർ തോത്തവിയൽ. പാവയ്ക്ക അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പയർ ഇങ്ങനെ നീളത്തിൽ അരിയണം. ഇപ്പോൾ നമ്മളിവിടെ ഒരു പാവയ്ക്കയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു പാവയ്ക്കയ്ക്ക് എത്ര പയറെന്നൊന്നുമില്ല, കുറച്ച് പയറെടുക്കുക. പിന്നെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക്, എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്ക് അതനുസരിച്ച് പച്ചമുളക് എടുക്കുക. അതല്ല കുറച്ച് എരിവ് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കുക. അങ്ങനെ പയറിപ്പം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഉച്ചഭക്ഷണത്തിന് ഏറ്റവും സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് പാവയ്ക്ക തോത്തവിയൽ. ഇവിടെ എല്ലാവർക്കും വളരെ സ്പെഷ്യലാണ് ഈ പാവയ്ക്ക തോത്തവിയൽ. പച്ചമുളക് നമ്മൾ 3 എണ്ണം, നമുക്ക് ഒത്തിരി എരിവ് വേണ്ട, അതിനും നമ്മൾ 3 എണ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ പാവയ്ക്ക തോത്തവിയലിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാവയ്ക്ക, പയർ, പച്ചമുളക്. ഇനി നമുക്ക് തേങ്ങ ചിരുകണം. തേങ്ങ വെച്ചതിന് ശേഷം നമ്മൾ തേങ്ങ ചിരുകി തേങ്ങയും മുളക് പൊടിയും 1 കൊച്ചുള്ളിയും പിന്നെ 1 നെല്ലിക്ക വലുപ്പത്തിൽ നമുക്ക് പിഴിപുളിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതും എടുത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ഇനിയും അവിയലിനുള്ള നമുക്ക് പാത്രം, അടുപ്പ് കത്തിച്ച് പാത്രം വെക്കാം. കത്തിച്ചിട്ടുണ്ട്. നമ്മൾ പാത്രം വെച്ചതിന് ശേഷം ഇന്ന് പാവയ്ക്ക, പയർ, പച്ചമുളക് എല്ലാം നമ്മൾ പാത്രത്തിലോട്ട് ഒഴിച്ചു. എന്നിട്ട് ഹൈ ഫ്ലെയിമിലാണോ ഇടേണ്ടത്? ഹൈ ഫ്ലെയിമിലിടുക. എന്നിട്ട് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒത്തിരി അങ്ങ് വെള്ളം വേണ്ട, കുറച്ച് ആവശ്യത്തിന് മാത്രം. അതൊന്ന് വേവാനായിട്ടുള്ള വെള്ളം ഒഴിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നീട് ഉപ്പിടണ്ടേ, ഉപ്പ് പാകത്തിന്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ കുറച്ച് മുളക് പൊടി ആവശ്യത്തിനിടുക. ഉപ്പിട്ടോമ്മ, കുറച്ച് ആവശ്യത്തിന്, നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ഇടുക. ഇനി അത് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വേവിക്കാൻ പോവുകയാണ്. അതപ്പം ഒന്ന് എല്ലാം കൂടെ എല്ലാം ഒന്ന് പിടിക്കാനായിട്ട് അത് ഒന്ന് ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് അടച്ച് എല്ലാം ഒന്ന് പൊടി ഐറ്റംസ് എല്ലാം ഒന്ന് പിടിക്കണ്ടേ, അപ്പോൾ അതിനായിട്ടൊന്ന് എല്ലാം ഡൈലൂട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അടപ്പ് വെച്ച് അത് എത്ര നേരം വേവണം? ഒരു 20 മിനിറ്റ്. അതൊന്ന് ഹൈ ഫ്ലെയിം വേണോ ലോ ഫ്ലെയിം വേണോ? ലോ ഫ്ലെയിമിലിട്ട് അതൊന്ന് വേവിക്കണം. വെളിച്ചെണ്ണ ഇങ്ങനെ നമ്മുടെ പാവയ്ക്കയും പയറും എല്ലാം വെന്ത് വന്നിരിക്കുകയാണ്. അപ്പം അതൊരു 20 മിനിറ്റ് അടച്ച് നമ്മൾ വെച്ച് വേവിച്ചതാണ്. അപ്പോൾ ഇനി അതിനകത്തോട്ട് പുളി ഒഴിക്കുകയാണ്. പുളി പിഴിഞ്ഞ് വെച്ചത് നമ്മളത് ഒഴിക്കുകയാണ്. ആവശ്യത്തിന് ഓരോരുത്തർക്ക് പുളി കൂടുതൽ ഇഷ്ടമുള്ളവരുണ്ട്, കുറച്ച് ഇഷ്ടമുള്ളവർ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നമ്മൾ പുളി ഒഴിക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്നുകൂടെ അടച്ചിട്ട് അതൊന്ന് റെഡിയാക്കുക. അതിന് ശേഷം നമ്മൾ തേങ്ങ ഇവിടെ ചിരുകി വെച്ച തേങ്ങയ്ക്കകത്ത് മുളക് പൊടിയും കറിവേപ്പിലയും കൊച്ചുള്ളിയും ഇട്ട് നമ്മളത് അരച്ച് വെച്ചിരിക്കുകയാണ്. പുളിയും പിഴിഞ്ഞ് വെച്ചതിന് ശേഷം ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്തിട്ട് അതൊന്ന് എല്ലാം കൂടെ ഒന്ന് പുരട്ടി തവി വെച്ച് എല്ലാം ഒന്ന് പിടിക്കണം. അരപ്പ് ഇളക്കി വെക്കുക. എല്ലാം റെഡിയായി. നമ്മുടെ പാവയ്ക്ക പയർ തോത്തവിയൽ റെഡിയായിരിക്കുകയാണ്. നിങ്ങളെല്ലാം ചെയ്ത് നോക്കുക. ഇതാ ഞങ്ങളുടെ അമ്മ സ്പെഷ്യൽ പാവയ്ക്ക തോത്തവിയലാണ്. നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.